ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരിഭാഷയുടെ ഭാഗം 8 ആണ്. ഇതിനോടകം 7 ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തവർ ദയവായി അത് കേട്ടതിന് ശേഷം മാത്രം ഇത് കേൾക്കാനായി ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം. Envy is the sorrow of fools. Envy is the sorrow of fools. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? envy എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയ അല്ലെ? അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. അതായത് എന്താണ് envy എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അസൂയ കൊണ്ട് നമുക്ക് എന്താ ദുഃഖമല്ലേ ഉണ്ടാവുള്ളൂ, ഒരു അൺഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ envy കൊണ്ടുണ്ടാകുന്ന അൺഹാപ്പിനെസ്, അപ്പോൾ അത് ഉണ്ടാകുന്നത് ആർക്കായിരിക്കും? വിഡ്ഢികൾക്ക്. അതായത് അങ്ങനെ തോന്നുന്നവർ ഒരിക്കലും മെച്ചുറായിട്ട് ചിന്തിക്കുന്നവരായിരിക്കത്തില്ല. അതുകൊണ്ടാണ് envy is the sorrow of fools എന്ന് പറയുമ്പോൾ അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ് എന്ന് പറയുന്നത്. ഇന്നർ സീക്രട്സ് എന്താണ്? ഇന്നർ സീക്രട്സ് ഉള്ളുകളികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്നർ സീക്രട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പൺ സീക്രട്ട് എന്താണ്? ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം, എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം, പരസ്യമായ രഹസ്യത്തിനെയാണ് ഓപ്പൺ സീക്രട്ട് എന്ന് പറയുന്നത്. ബ്ലോക്ക് ഹെഡ് എന്താണ്? മഹാവിഡ്ഢിയെയാണ്, അതായത് ഭയങ്കരമായ മണ്ടൻ, മഹാവിഡ്ഢിയെയാണ് നമ്മൾ ബ്ലോക്ക് ഹെഡ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബ്സിൽ കാണുന്ന ഒരു വാക്കാണ് കാൾ അപ്പോൺ. എന്താണ് അതിന്റെ മീനിങ്? ക്ഷണിക്കുക. കാൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണിക്കുക. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത്. ഇതൊരു PYQ ആണ്. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് എന്നാൽ എന്ത്? പതുക്കെ പറഞ്ഞു, അവൻ പതുക്കെ പറഞ്ഞു. അതാണ് ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത്. ശ്വാസം അടക്കി പിടിച്ച് പറയുന്നു എന്ന് പറയത്തില്ലേ? ബ്രെത്ത് ശ്വാസം അടക്കി പിടിച്ച് പറയുക, അതായത് വളരെ പതുക്കെ പറയുക. അതാണ് ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഇതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കണം അല്ലെ? സൂര്യനെ പോലെ ജ്വലിച്ചാൽ മാത്രമേ സൂര്യനെ പോലെ തിളങ്ങാനായി സാധിക്കൂ. ഇവിടെ സൂര്യനെ പോലെ കത്തുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെ നേരിട്ട് അതിനെ ഓവർകം ചെയ്ത് വരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിളങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ എപ്പോഴാണോ തരണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും, അല്ലെങ്കിൽ തിളങ്ങാൻ പറ്റും. If you want to shine like a sun, first burn like a sun. Come out against. എന്താണ് ഇതിന്റെ മീനിങ്? പരസ്യമായി എതിർക്കുക. Against എന്ന് പറഞ്ഞാൽ എന്താണ്? എതിരെ അല്ലെങ്കിൽ എതിർക്കുക അല്ലെ? Come out against എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി എതിർക്കുക. ഇതും ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ്. ഫ്ലാഷ് ഇൻ ദ പാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരംഭശൂരത്വത്തിനെയാണ് ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറയുന്നത്. ലയൺ ഷെയർ സിംഹഭാഗം അല്ലെങ്കിൽ മേജർ ഷെയർ എന്നും പറയാം. ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹഭാഗം, അതായത് ഫുൾ ആ ഒരു പോർഷൻ. ലിവിങ് ഡെത്ത് ഇതും PYQ ആണ് ഈ ക്വസ്റ്റ്യൻ. ലിവിങ് ഡെത്ത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത് അതായത് ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ മരിച്ചതിന് തുല്യമാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ഇതിന്റെ മീനിങ് എന്താണ്? അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച്. Uneasy lies the head that wears the crown. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? കിരീടം ധരിച്ചിരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. അതായത് എന്താണ്? അധികാരം കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രഷറും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും അല്ലെ? Uneasy lies in the head that wears the crown. കിരീടം ധരിച്ചിരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. മേക്ക് ഷിഫ്റ്റ് എന്താണ്? മുട്ടുശാന്തി. അതിനെയാണ് മേക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? തൽക്കാലത്തേക്കുള്ള ഒരു പ്രതിവിധി, അതിനെ മേക്ക് ഷിഫ്റ്റ് എന്ന് പറയാം. മേക്ക് ഷിഫ്റ്റ്, മുട്ടുശാന്തി. ടു ബ്രേക്ക് ദ ഹാർട്ട് എന്താണ്? ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക, അതായത് ഹൃദയം തകരുന്ന ദുഃഖമുണ്ടാക്കുക. അതിനെയാണ് ടു ബ്രേക്ക് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ടു ഗ്രീസ് ദ പാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? കൈക്കൂലി കൊടുക്കുന്നതിനെയാണ് ടു ഗ്രീസ് ദ പാം എന്ന് പറയുന്നത്. ക്വീർ ഫിഷ് എന്താണ്? ക്വീർ ഫിഷ് വിചിത്രമായ മനുഷ്യൻ, അതിനെയാണ് ക്വീർ ഫിഷ് എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തനായിരിക്കും അല്ലെ? എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതായത് പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയത്തില്ല. ഒരു മനുഷ്യനെ കണ്ടാൽ അത്ര മനസ്സിലാകത്തില്ല. അതാണ് ക്വീർ ഫിഷ് എന്ന് പറയുന്നത്, വിചിത്ര മനുഷ്യൻ. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്.
കോസ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്. ഇതിന്റെ മീനിങ് എന്താണ്? റവല്യൂഷണറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്ലവകാരികൾ അല്ലെ? വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. അതാണ് ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ് കോസ്ഡ് ത്രൂ ദ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. റവല്യൂഷണറീസ് വിപ്ലവകാരികൾ, കോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ ഒഴുകുക, അല്ലെങ്കിൽ ഒരു തടസ്സമില്ലാതെ ഒഴുകുന്നതിനെയാണ് കോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോ വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. അതാണ് ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ് കോസ്ഡ് ദ സ്ട്രീറ്റ്.